ഓഹരി വിപണിയിലെ വിലകളുടെ ചലനം മനസ്സിലാക്കുന്നതിനും അതുവഴി ലാഭം നേടുന്നതിനും സഹായിക്കുന്ന ഒരു സാങ്കേതിക വിശകലന രീതിയാണ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. ഓഹരികളുടെ വിലകൾ ഒരു നിശ്ചിത സമയത്ത് എങ്ങനെ മാറുന്നു എന്ന് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കാം. ഓരോ കാൻഡിലും ഒരു പ്രത്യേക സമയപരിധിയിലെ ഓഹരികളുടെ വിലയിലെ മാറ്റം പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാൻഡിലിന് സാധാരണയായി 4 പ്രധാന ഭാഗങ്ങളുണ്ട്: തുറന്ന വില ഓപ്പൺ പ്രൈസ്, അടച്ച വില ക്ലോസ് പ്രൈസ്, ഉയർന്ന വില ഹൈ പ്രൈസ്, താഴ്ന്ന വില ലോ പ്രൈസ്. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഓഹരി വിപണിയിലെ ട്രെൻഡുകളും മാറ്റങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. കാൻഡിൽ സ്റ്റിക്ക്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് ക്യാൻഡിൽസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ക്യാൻഡിൽസ് ഏകദേശം 14 തരമുണ്ട്. ബേസിക്കായിട്ട് നമ്മൾ ആദ്യം ക്യാൻഡിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ക്യാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഇപ്പോൾ ഒന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാൻഡിലാണ്. ഇത് ഓപ്പൺ ക്യാൻഡിലാണ്, ഗ്രീൻ കളർ വന്നേക്കുന്നുണ്ട്. ബുള്ളിഷ് ക്യാൻഡിലാണ്. അതേപോലെ ബെയറിഷും ഉണ്ട്. അങ്ങനെ പലതരമുണ്ട്. ഏകദേശം 14 തരം ക്യാൻഡിൽസ് ഉണ്ട്. ഇതിൻ്റെ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഭാഗത്തെയാണ് ഇതിൻ്റെ ബോഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന ഭാഗത്തെ ബോഡി എന്ന് പറയും. മാർക്കറ്റ് ഓപ്പണായി ക്ലോസ് ആവുന്നതിനിടയ്ക്കുള്ള ഭാഗത്തെയാണ് ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ തൊട്ട് മുകളിൽ കാണുന്നതിൻ്റെ ചെറിയ ബോഡി, ഇതിനെ ബോഡി എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ള 2 ഭാഗങ്ങളെ ഷാഡോ എന്നും വിക്കെന്നും പറയാറുണ്ട്. അത് അപ്പർ ഷാഡോ, ലോവർ ഷാഡോ രണ്ടാണ് പറയുന്നത്. മുകളിലുള്ള ഭാഗത്തെ അപ്പർ ഷാഡോ എന്നും താഴെയുള്ള ഭാഗത്ത് ലോവർ ഷാഡോ എന്നാണ് പറയുന്നത്. ഇതാണ് ബേസിക്കായിട്ട് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ക്യാൻഡിൽ പലതരമുണ്ട്. നമ്മൾ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കുറേ തരം ക്യാൻഡിൽസ് കാണാം. ബോഡി ഉള്ളത്, ബോഡി ഒട്ടും ഇല്ലാത്തതുണ്ട്, ഷാഡോ മാത്രമുള്ള ടൈമുണ്ട്, ഷാഡോ ഒട്ടും ഇല്ലാത്തതുണ്ട്, ഒരു സൈഡിൽ മാത്രം ഷാഡോ ഉള്ളതുണ്ട്. അങ്ങനെ പലതരം ക്യാൻഡിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ക്യാൻഡിൽസും ഓരോ ഇതാണ്. മാർക്കറ്റ് നമുക്കൊരു ഏകദേശം മാർക്കറ്റ് നമുക്ക് ഗസ് ചെയ്യാൻ സാധിക്കും. 100% അല്ല, ഒരു പരിധി വരെ മാർക്കറ്റ് ഇങ്ങനെയാകാം എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻഡിൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്യാൻഡിൽസ് എന്താണ്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനാദ്യം ചാർട്ട് പരിശോധിക്കുക, ക്യാൻഡിൽസിനെ പഠിക്കുക. ഈ കാണുന്ന ഓരോ ചാർട്ടിലും ഓരോ ക്യാൻഡിൽസാണ്. ഇപ്പോൾ ഓരോ ഡെയിലി ക്യാൻഡിൽസാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസത്തെ ക്യാൻഡിലാണ് കാണുന്നത്. ഒരു ദിവസം മാർക്കറ്റ് ഇവിടെ ഓപ്പണായി വൈകുന്നേരം ക്ലോസ് ആവുന്ന സമയം കൊണ്ട് മാർക്കറ്റ് സഞ്ചരിച്ച് ആ ഒരു ദിവസം മാർക്കറ്റ് സഞ്ചരിച്ച് ഗ്യാപ്പാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഭാഗം ഇത്രയും ഇതിൽ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയാണ് ഓപ്പണായത്, ഇടയ്ക്ക് മാർക്കറ്റ് ഡൗണായി, അതാണ് ഈ ഷാഡോ വന്നേക്കുന്നത് താഴോട്ട്. പിന്നീട് മാർക്കറ്റ് കയറി മുകളിലേക്ക് പോയി ഇവിടം വരെ ഈ ടോപ്പ് വരെ പോയായിരുന്നു. അതാണ് ചെറിയ ലുക്ക് കാണുന്നത്. ശേഷം മാർക്കറ്റ് ഇവിടത്തിൽ ക്ലോസ് ആയി. മാർക്കറ്റ് ഓപ്പണായി ക്ലോസ് ആയി ഭാഗം വരെയുള്ള ഭാഗത്താണ് ബോഡി എന്ന് പറയുന്നത്. അത് മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാം റെഡ് ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പണായത്, മുകളിലാണ്, ഗ്യാപ്പ് അപ്പിലാണ് ഇവിടെ ഓപ്പണായത്. അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ ഓപ്പൺ ആയിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത്, ഈ ലൈൻ കാണുന്ന ഭാഗത്ത് ആണ് മാർക്കറ്റ് ഓപ്പണായത്. മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പണായി, പക്ഷെ ക്ലോസ് ആയപ്പോൾ മാർക്കറ്റിൻ്റെ അവസാനം 3:30 സമയമായപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയമായപ്പോൾ ഇവിടേക്കാണ് ക്യാൻഡിൽ വന്ന് നിന്നത്. അതുകൊണ്ട് റെഡ് ക്യാൻഡിലായി പോയത്. അതാണ് അവിടെ റെഡ് കാണിച്ചിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ബെയറിഷ് ആയിരുന്നു എന്ന് നമ്മളെ അറിയിക്കാൻ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അവിടെ സെല്ലേഴ്സ് ആണ് സ്ട്രോങ്, ബയേഴ്സ് സ്ട്രോങ് അല്ലായിരുന്നു. മാർക്കറ്റിൽ തന്നെ നെഗറ്റീവ് ന്യൂസ് ഉണ്ടായി കാണാം. പല കാരണങ്ങൾ കൊണ്ടും മാർക്കറ്റ് ഡൗൺ ആവാനോ അപ്പ് ആവാനോ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഡൗൺ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ക്യാൻഡിൽസിനെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോയപ്പോൾ ബയേഴ്സ് നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇവിടം വരെ താഴ്ന്നു പോയ മാർക്കറ്റ് ആ സപ്പോർട്ട് ചെയ്ത് ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കാരണം മാർക്കറ്റ് അപ്പായി. ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആവാൻ ശ്രമിച്ചുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ ആയത്. പക്ഷേ സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ ബയേഴ്സ് ആയത്, അതുകൊണ്ട് മാർക്കറ്റ് അപ്പായത്. അതുകൊണ്ട് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയത്. ഗ്രീൻ കളറിൽ ക്യാൻഡിൽ ക്ലോസ് ആയി നിൽക്കുന്നത്. തൊട്ട് മുകളിൽ കാണുന്ന റെഡ് ക്യാൻഡിൽ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. അന്ന് സെല്ലേഴ്സ് ആണ് സ്ട്രോങ്. ആ സമയത്ത് ആ ടൈം പീരീഡിൽ സെല്ലേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ റെഡ് ക്യാൻഡിൽ വന്നത്. അങ്ങനെ പലതരം ക്യാൻഡിലാണ്. ഇപ്പോൾ ഈ പാറ്റേൺ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും, ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ ക്യാൻഡിലും ഓരോ രീതിയിലാണ്. ഇവിടെ ബോഡി ഒട്ടുമില്ലാത്ത ക്യാൻഡിൽസ് ഉണ്ട്,
ബോഡി ഉള്ള ക്യാൻഡിൽസ് ഉണ്ട്, ബോഡി വളരെ വലിയ ബോഡിയുള്ള ക്യാൻഡിൽസ് ഉണ്ട്, വളരെ ചെറിയ ബോഡിയുള്ള ക്യാൻഡിൽസ് ഉണ്ട്. അങ്ങനെ പലതരം ക്യാൻഡിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇത് മാർക്കറ്റിൻ്റെ നമ്മളോട് പറയുകയാണ് മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ബയേഴ്സിൻ്റെ സ്വഭാവങ്ങളാണ്, സെല്ലേഴ്സ് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ക്യാൻഡിൽസ്. അതിൽ ക്യാൻഡിൽസിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്യാൻഡിൽസ് പലതരമുണ്ട്, 14 തരം ക്യാൻഡിൽസ് ഉണ്ട്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.